ഫ്രണ്ട്സ്, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അക്കൗണ്ടിങ് ഫോർ അണ്ടർറൈറ്റേഴ്സ് എന്നുള്ള ടോപ്പിക്കിൻ്റെ തന്നെ ഹൗ ടു ഡിറ്റർമൈൻ ദ ലയബിലിറ്റി ഓഫ് അണ്ടർറൈറ്റേഴ്സ് എന്നുള്ള ഒരു ഹെഡിൽ വരുന്ന ലാസ്റ്റ് കേസാണ് ഫേം അണ്ടർറൈറ്റിംഗ് എന്നുള്ളത്. അതായത് പ്രീവിയസ് ക്ലാസ്സിലായിട്ട് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ടോപ്പിക്കിൻ്റെ തന്നെ കണ്ടിന്യൂഷനാണ് ഈ ഒരു ക്ലാസ്. പ്രീവിയസ് 1-2 ക്ലാസ്സുകളിലായിട്ട് നമ്മൾ പറയുന്നത് എങ്ങനെയാണ് അണ്ടർറൈറ്ററിൻ്റെ ലയബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്നത് പല വേസിൽ അല്ലെ പല കേസിൽ എന്നാണ് പറയുന്നത്. അതിലെ 2 കേസ് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഒന്നാമത്തെ കേസ് കംപ്ലീറ്റ് അണ്ടർറൈറ്റിംഗ് വരുന്ന കേസ് എങ്ങനെ ചെയ്യാം, രണ്ടാമത്തെ കേസ് പാർഷ്യൽ അണ്ടർറൈറ്റിംഗ് വരുന്ന കേസ് എങ്ങനെ ചെയ്യാമെന്നായിരുന്നു. ഇനി മൂന്നാമത്തെ അല്ലെങ്കിൽ ലാസ്റ്റ് കേസാണ് ഫേം അണ്ടർറൈറ്റിങ്ങിൻ്റെ കേസ്. അപ്പോൾ ഫേം അണ്ടർറൈറ്റിംഗ് എന്താണെന്നൊക്കെ നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് അണ്ടർറൈറ്റിംഗ് എന്നുള്ള ആ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് തന്നെയാണ് ഫേം അണ്ടർറൈറ്റിങ്ങിൻ്റെ മീനിങ് ആയിട്ട് നമുക്ക് പറയാനുള്ളത്. എങ്കിലും നമുക്ക് ജസ്റ്റ് എന്താണ് അതിൻ്റെ ഒരു മീനിങ് എന്ന് തന്നെ ഫസ്റ്റ് നോക്കി ബാക്കി പോർഷനിലോട്ട് പോകാം. അപ്പോൾ ഫേം അണ്ടർറൈറ്റിംഗ് ആണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക്. ഫേം അണ്ടർറൈറ്റിംഗ് മീൻസ് വെൻ ആൻ അണ്ടർറൈറ്റർ എഗ്രീസ് ടു ബൈ എ ഡെഫിനിറ്റ് നമ്പർ ഓഫ് ഷെയർസ് ഓർ ഡിബഞ്ചേഴ്സ് ഇൻ അഡീഷൻ ടു ദ ഷെയർസ് ഓർ ഡിബഞ്ചേഴ്സ് ഹി ഹാസ് ടു ടേക്ക് അണ്ടർ ദ അണ്ടർറൈറ്റിംഗ് എഗ്രിമെൻറ്റ്. അപ്പോൾ ഓൾറെഡി പറഞ്ഞത് തന്നെയാണ് ഇവിടെയും പറയാനുള്ളത്. ഫേം അണ്ടർറൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഒരു ബേസിക് അണ്ടർറൈറ്റിംഗ് എഗ്രിമെൻറ്റ് അനുസരിച്ച് അണ്ടർറൈറ്റേഴ്സ് ടേക്ക് ഓവർ ചെയ്യേണ്ട എല്ലാ നമ്പർ ഓഫ് ഷെയർസും ലയബിലിറ്റിയും അവർ ടേക്ക് ഓവർ ചെയ്യണം. എന്നാൽ അത് കൂടാതെ ഇൻ അഡീഷൻ ടു ദാറ്റ് ഇതിനോടൊപ്പം തന്നെ അല്ലെ അത് കൂടാതെ അവർ അഡീഷണൽ ആയിട്ട് ഒരു നമ്പർ ഓഫ് ഷെയർസ് കൂടെ ഏറ്റെടുക്കേണ്ടതായിട്ട് വരും. എന്ത് ഫേം അണ്ടർറൈറ്റിംഗ് പ്രകാരം അവർ ഓൾറെഡി ഒരു സ്പെസിഫിക് നമ്പർ ഓഫ് ഷെയർസ് ഒരു സ്പെസിഫൈഡ് അല്ലെ ഒരു ഡെഫിനിറ്റ് നമ്പർ ഓഫ് ഷെയർസ് ഓൾറെഡി ഏറ്റെടുത്തോളാം എന്ന് കമ്പനിയുമായിട്ട് എഗ്രി ചെയ്തിട്ടുണ്ടാകും. അത് എത്ര വേണമെങ്കിലും ആകാം. ഓൾറെഡി എഗ്രിമെൻറ്റ് പറയുന്ന അനുസരിച്ച് ഏത് നമ്പർ വേണമെങ്കിലും ആകാം. ആ ഓൾറെഡി അവർ എഗ്രിമെൻ്റ് അനുസരിച്ച് ഫേം അണ്ടർറൈറ്റിങ്ങിൻ്റെ എഗ്രിമെൻ്റ് അനുസരിച്ച് കമ്പനിയുമായിട്ട് എഗ്രി ചെയ്തിരിക്കുന്ന ഡെഫിനിറ്റ് നമ്പർ ഓഫ് ഷെയർസ് എത്രയാണോ അത്രയും നമ്പർ ഓഫ് ഷെയർസും കൂടി അവർ അഡീഷണലായിട്ടെന്ന് പറയാൻ കാര്യം എന്താ, അവരുടെ ഫുൾ ലയബിലിറ്റിയും ആ ഒരു നമ്പർ ഓഫ് ഷെയർസ് കൊണ്ട് തീരുവാണോ? അല്ല. ബേസിക് അണ്ടർറൈറ്റിംഗ് എഗ്രിമെൻ്റ് അനുസരിച്ച് എത്ര ഏറ്റെടുക്കേണ്ടി വരുമോ അതും ചെയ്യണം. പ്ലസ് അവർ എന്തും കൂടെ ചെയ്യേണ്ടതായിട്ട് വരും, ഓൾറെഡി എഗ്രി ചെയ്തിരിക്കുന്ന ഡെഫിനിറ്റ് നമ്പർ ഓഫ് ഷെയർസും കൂടി ടേക്ക് ഓവർ ചെയ്യേണ്ടി വരുന്ന കേസിനെയാണ് ഫേം അണ്ടർറൈറ്റിംഗ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഒരു കമ്പനി പബ്ലിക് ഇഷ്യൂ നടത്തുന്നു. ആ പബ്ലിക് ഇഷ്യൂ നടത്തുമ്പം എ ബി എന്ന് പറയുന്ന 2 അണ്ടർറൈറ്റേഴ്സ് ഉണ്ട്. അവർ ഓൾറെഡി അവരുടെ ഒരു ബേസിക് അണ്ടർറൈറ്റിംഗ് എഗ്രിമെൻ്റ് അനുസരിച്ച് മാത്രം കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അവർക്ക് എന്താണ് ഒരു 5,000 വെച്ച് ആദ്യത്തെ ആൾക്കൊരു 5,000 ഷെയർസ് ടേക്ക് ഓവർ ചെയ്യേണ്ടതായിട്ട് വരുന്നു, അടുത്ത ആൾക്കൊരു 6,000 ഷെയർസും ടേക്ക് ഓവർ ചെയ്യേണ്ടതായിട്ട് വരുന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ ടോട്ടൽ എമൗണ്ട് ഓഫ് ഹോൾ ഇഷ്യൂ ഒന്നും പറയുന്നില്ല, കാൽക്കുലേഷൻ ഒന്നും പറയുന്നില്ല, ജസ്റ്റ് ലാസ്റ്റ് പോർഷൻ മാത്രം പറയുവാണ്. അവരുടെ ഒരു നെറ്റ് ലയബിലിറ്റി എന്നുള്ള രീതിയിൽ നമ്മൾ ഇതുവരെയും കണ്ടുപിടിച്ചല്ലോ ഹൗ ടു ഡിറ്റർമൈൻ ദ ലയബിലിറ്റി ഓഫ് അണ്ടർറൈറ്റേഴ്സ് പറഞ്ഞത് വെച്ച് ബേസിക് അണ്ടർറൈറ്റിംഗ് എഗ്രിമെൻ്റ് അനുസരിച്ച് എക്ക് 5,000 ഷെയർസ് എ ഏറ്റെടുക്കണം, ബി 6,000 ഷെയർസും ഏറ്റെടുക്കേണ്ടി വരുന്ന ഒരു കേസാണ്. എന്നാൽ അത് മാത്രമല്ല, ഫേം അണ്ടർറൈറ്റിംഗ് ആണെങ്കിൽ അവരുടെ ആ നെറ്റ് ലയബിലിറ്റി എന്ന് പറയുന്നതിനോടൊപ്പം ഇവരുടെ നെറ്റ് ലയബിലിറ്റിയാണ് ഇപ്പോൾ നമ്മളിത് പറഞ്ഞല്ലേ, അത് മാത്രം കൂടാതെ ഫേം അണ്ടർറൈറ്റിങ്ങിൻ്റെ ഭാഗമായിട്ട് വരുന്ന നമ്പർ ഓഫ് ഷെയർസും കൂടെ അവർ എന്ത് ചെയ്യേണ്ടി വരും, ഏറ്റെടുക്കേണ്ടതായിട്ട് വരും. ഫോർ എക്സാമ്പിൾ, എ ഓൾറെഡി കമ്പനിയോട് എഗ്രി ചെയ്തിരിക്കുന്നത് ഞാനൊരു 1000 ഷെയർസ് ടേക്ക് ഓവർ ചെയ്തോളാം, അല്ലെങ്കിൽ ഫേം അണ്ടർറൈറ്റിങ്ങിൻ്റെ ഭാഗമായിട്ട് ടേക്ക് ഓവർ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ബി പറയുവാണ് ഞാനൊരു 1,500 ഷെയർസ് 1,500 ഷെയർസ് ടേക്ക് ഓവർ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു കേസിൽ എയുടെയും ബിയുടെയും ടോട്ടൽ ലയബിലിറ്റി എന്ന് പറയുന്നത് ഫൈനൽ ലയബിലിറ്റി എന്ന് പറയുന്നത് എന്താണ്, ഈ ജസ്റ്റ് 5,000 6,000 മാത്രമല്ല അവരുടെ ഫേം അണ്ടർറൈറ്റിങ്ങും കൂടെ ആഡ് ചെയ്തതിന് ശേഷം വരുന്ന ടോട്ടൽ ലയബിലിറ്റിയാണ് ഓരോരുത്തരും ഏറ്റെടുക്കേണ്ടി വരിക. എയുടെ കേസിൽ അപ്പോൾ അവർ എന്ത് ചെയ്യേണ്ടി വരും, 5,000 മാത്രം ടേക്ക് ഓവർ ചെയ്തിട്ട് വരില്ല, 1000 കൂടെ ചേർത്ത് 6,000 6,000 ടേക്ക് ഓവർ ചെയ്യേണ്ടി വരും. ബിയുടെ കേസിൽ ടോട്ടൽ 7,500 നമ്പർ ഓഫ് ഷെയർസും ടേക്ക് ഓവർ ചെയ്യേണ്ടി വരും. അവരുടെ ലയബിലിറ്റി എന്ത് കാരണം കൂടിയാണ്, ഓൾറെഡി ഫേം അണ്ടർറൈറ്റിങ്ങിൽ അവർ കുറച്ച് നമ്പർ ഓഫ് ഷെയർസ് ടേക്ക് ഓവർ ചെയ്തോളാം എന്ന് എഗ്രി ചെയ്തിട്ടുണ്ടെങ്കിൽ ആ നമ്പറൂടെ കൂട്ടിയാണ് അവരുടെ ടോട്ടൽ ലയബിലിറ്റി വരുന്നത് എന്നൊരു കേസാണ് എന്ത്, ഫേം അണ്ടർറൈറ്റിംഗ്. അപ്പോൾ ഒരു ബേസിക് ഐഡിയ കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. പിന്നെ ഓൾറെഡി പറഞ്ഞ ഒരു പോയിൻറ്റും കൂടെ ഇതിനോട് ഇപ്പം ചേർത്ത് പറയുന്നു എന്നുള്ളതേ ഉള്ളൂ. In case of fame underwriting, the underwriters get priority over general public if shares or debentures are over subscribed. അപ്പോൾ നമ്മൾ നോർമലി പറയാറുണ്ട്, ഒരു കംപ്ലീറ്റ് അണ്ടർറൈറ്റിങ്ങും പാർഷ്യൽ അണ്ടർറൈറ്റിങ്ങും ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അത് ഫുൾ സബ്സ്ക്രിപ്ഷനോ ഓവർ സബ്സ്ക്രിപ്ഷനോ ഒക്കെ നടന്നാൽ ആര് ഫ്രീ ആയി എന്ന്, നമ്മുടെ അണ്ടർറൈറ്റർ ഫ്രീ ആയി, അദ്ദേഹത്തിന് റിസ്ക് ഒന്നും ഇല്ല എന്ന് പറയാറുണ്ട്. പക്ഷേ ഫേം അണ്ടർറൈറ്റിങ്ങിൻ്റെ കേസിൽ അങ്ങനെ ഒരു കംപ്ലീറ്റ് ആയിട്ട് ഫ്രീ ആവില്ല. ഓൾറെഡി ഓവർ സബ്സ്ക്രിപ്ഷൻ ആണ് എന്ന് പറഞ്ഞാൽ പോലും, ഓവർ സബ്സ്ക്രിപ്ഷൻ നടക്കുന്ന സമയത്ത് പോലും, അതായത് ഓൾറെഡി ഭയങ്കര ഡിമാൻഡ് എന്താണ് ഷെയർ എത്ര ഇഷ്യൂ ചെയ്യുന്നു അതിൽ കൂടുതൽ ആപ്ലിക്കേഷൻ കിട്ടുവാണ്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ പോലും ജനറൽ പബ്ലിക്കിനേക്കാളും പ്രയോറിറ്റി കൊടുത്ത് ഓൾറെഡി എഗ്രി ചെയ്തിരിക്കുന്ന ഇത്രയും നമ്പർ ഓഫ് ഷെയർസ് ആര് തന്നെ ടേക്ക് ഓവർ ചെയ്യേണ്ടി വരും,
ഫേം അൺറൈറ്റിങ്ങിൽ പറഞ്ഞിരിക്കുന്ന എഗ്രിമെൻ്റ് അനുസരിച്ച് എത്രയാണോ എയും ബിയും ഒക്കെ ഏറ്റെടുത്തോളാമെന്ന് പറഞ്ഞത് അത് അവർ തന്നെ ഏറ്റെടുക്കേണ്ടി വരുന്ന ഒരു കേസ് കൂടിയാണ് ഫേം അൺറൈറ്റിങ്ങിൽ വരുന്നത്. സോ ഫേം അൺറൈറ്റിങ്ങിൻ്റെ കേസിൽ അൺറൈറ്റേഴ്സിന് എന്ത് പ്രയോറിറ്റി ഉണ്ട്? ഓവർ സബ്സ്ക്രിപ്ഷൻ ആണെങ്കിൽ പോലും ജനറൽ പബ്ലിക്കിന് അലോട്ട് ചെയ്യത്തില്ല, പകരം ആർക്ക് തന്നെ കൊടുക്കും? അൺറൈറ്ററിന് തന്നെ. ഈ ഓൾറെഡി പറഞ്ഞ 1000 ഷെയർസ് അവർ എഗ്രി ചെയ്തെങ്കിൽ അത് അവർക്ക് തന്നെ കൊടുക്കുക, അല്ലെ 1500 വേറൊരാൾ എഗ്രി ചെയ്തിട്ടുണ്ട്, ഫേം അൺറൈറ്റിങ്ങിൻ്റെ ഭാഗമായിട്ട് എഗ്രി ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അവർക്ക് തന്നെ കൊടുക്കുന്ന കേസാണ് ഫേം അൺറൈറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അത്രയും നമുക്ക് കോൺസെപ്റ്റ് വൈസ് നമുക്ക് അത്രേ പറയാനായിട്ടുള്ളൂ. ഇനി നമുക്ക് ഫേം അൺറൈറ്റിങ്ങിൻ്റെ തന്നെ ഈ ഒരു ഹെഡിൽ പറയുന്നതിൻ്റെ തന്നെ ഒരു കണ്ടിന്യൂഷനായിട്ട് അടുത്ത പേജിൽ പറയുന്ന ഒരു പേജ് കഴിഞ്ഞിട്ട് പറയുന്ന ഒരു ഹെഡും കൂടെ നമുക്ക് ഒരുമിച്ച് പറഞ്ഞു പോകാം. കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നല്ലോ പാർഷ്യൽ അൺറൈറ്റിംഗ് നമ്മൾ ഇതിൻ്റെ മിക്സ് ചെയ്ത് ഇടയ്ക്കുമെന്നാണ് പഠിച്ചത്. അപ്പോൾ ഫേം അൺറൈറ്റിംഗ് ഒരുമിച്ച് പറയാമെന്ന് പറഞ്ഞിരുന്നല്ലോ. അതുകൊണ്ട് ഇവിടെയും ഫേം അൺറൈറ്റിംഗ് എന്ന് പറയുന്ന ഒരു ഹെഡ് വീണ്ടും പറയുന്നുണ്ട്. അപ്പോൾ അതും കൂടെ ഇതിനോടൊപ്പം ചേർത്ത് പറയുന്നതായിരിക്കും ബെറ്റർ. അതുകൊണ്ട് നമുക്ക് ഇവിടെ തന്നെ അതിൻ്റെ ബാക്കി പോർഷനും കൂടെ ജസ്റ്റ് തിയറി മാത്രം ഇപ്പോൾ ഒന്ന് നോക്കുന്നതേ ഉള്ളൂ. നമ്മൾ എന്ത് ചെയ്യും? വീണ്ടും തിരിച്ച് മുന്നേ പറഞ്ഞ അതേ പോർഷനിലോട്ട് തിരിച്ച് വരുന്നതാണ്. അവിടെ പറയുന്ന ഇല്ലുസ്ട്രേഷൻസ് ഇപ്പോൾ തന്നെ വർക്കൗട്ട് ചെയ്യുന്നതുമാണ്. ഇപ്പോൾ എന്താ ഫേം അൺറൈറ്റിംഗ് എന്ന് ഇവിടെ പറയുന്ന കേസ് ഇവിടെ നോക്കാം. ഇൻ സച്ച് എ കേസ് ദ അൺറൈറ്റേഴ്സ് ആർ കമ്മിറ്റഡ് ടു ടേക്ക് അപ്പ് ദ എഗ്രീഡ് നമ്പർ ഓഫ് ഷെയർസ് ഓർ ഡിബഞ്ചേഴ്സ് അണ്ടർ റിട്ടൺ ഇൻ അഡീഷൻ ടു ദ അൺസബ്സ്ക്രൈബ്ഡ് ഷെയർസ് ഓർ ഡിബഞ്ചേഴ്സ് ഇഫ് എനി. അതായത് ഇവിടെ ഉദ്ദേശിച്ചത് എന്ത് മാത്രമാണ്? ഓൾറെഡി ബേസിക് അൺറൈറ്റിംഗ് എഗ്രിമെൻ്റ് അനുസരിച്ച് അവർ ടേക്ക് ഓവർ ചെയ്തോളാം, അല്ലെങ്കിൽ അവർക്ക് ടേക്ക് ഓവർ ചെയ്യേണ്ടി വരുന്ന കമ്മിറ്റ്മെൻറ്റ് എത്രയാണോ അത് കൂടാതെ തന്നെ അവർ എന്തും കൂടി ടേക്ക് ഓവർ ചെയ്യേണ്ടി വരും? ഓൾറെഡി എഗ്രി ചെയ്ത നമ്പർ ഓഫ് ഷെയർസും കൂടി ടേക്ക് ഓവർ ചെയ്യാനായിട്ടുള്ള ഒരു കമ്മിറ്റ്മെൻ്റാണ് ഫേം അൺറൈറ്റിംഗ് എന്ന് പറയുന്നത്. സോ അൺറൈറ്റർ ഒരു കമ്മിറ്റ്മെൻറ്റ് കൊടുക്കുകയാണ്. അൺറൈറ്റേഴ്സ് ആർ കമ്മിറ്റഡ് ടു ടേക്ക് അപ്പ് ദ എഗ്രീഡ് നമ്പർ ഓഫ് ഷെയർസ് ഓർ ഡിബഞ്ചേഴ്സ് അണ്ടർ റിട്ടൺ. എന്തിൻ്റെ കൂടെ? ഇൻ അഡീഷൻ ടു ദ ലയബിലിറ്റി ഇൻകേർഡ് ആസ് പെർ ബേസിക് അൺറൈറ്റിംഗ് എഗ്രിമെൻറ്റ്, അല്ലേ? ബേസിക് അൺറൈറ്റിംഗ് എഗ്രിമെൻറ്റ് അനുസരിച്ചാണ് എന്ത് വരിക? ഈ അൺസബ്സ്ക്രൈബ്ഡ് ഷെയർസിൻ്റെ അല്ലെ ഡിബഞ്ചറിൻ്റെ ഇത്ര പോർഷൻ എടുക്കേണ്ടി വരുമോ എന്നൊക്കെ പറയുക. നമ്മൾ ലയബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യില്ല, ആ ലയബിലിറ്റിയുടെ കൂടെ എന്തും കൂടെ എടുക്കേണ്ടി വരും? ഫേം അൺറൈറ്റിങ്ങിൻ്റെ ഭാഗമായിട്ട് വരുന്ന എഗ്രീഡ് നമ്പർ ഓഫ് ഷെയർസൂടെ ടേക്ക് ഓവർ ചെയ്യേണ്ടി വരുമെന്നാണ് പറയുന്നത്. ഇനി ലാസ്റ്റ് ഒരു പോർഷൻ കൂടെ നോക്കിയാൽ മതി, അതിൻ്റെ ആവശ്യമേ ഉള്ളൂ. ടോട്ടൽ ലയബിലിറ്റി അവിടെ എങ്ങനെ കണ്ടുപിടിക്കും? നമ്മൾ മുമ്പേ ചുമ്മാ ഒരു എക്സാമ്പിൾ പറഞ്ഞില്ലേ, അത് തന്നെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ബേസിക് അൺറൈറ്റിംഗ് എഗ്രിമെൻ്റ് അനുസരിച്ച് അവർക്ക് വരുന്ന നെറ്റ് ലയബിലിറ്റി എത്രയാണോ അതെടുക്കുക. നെറ്റ് ലയബിലിറ്റി എന്ന് ഓർത്താലും മതി. നെറ്റ് ലയബിലിറ്റി ആസ് പെർ ബേസിക് അൺറൈറ്റിംഗ് എഗ്രിമെൻറ്റ് പ്ലസ് എന്തും കൂടെ ചേർത്ത് എടുക്കേണ്ടി വരും? ഫേം അൺറൈറ്റിങ്ങിൻ്റെ ഭാഗമായിട്ട് വരുന്ന ലയബിലിറ്റിയും കൂടെ അതിൻ്റെ കൂടെ ആഡ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ രണ്ട് കാര്യങ്ങൾ ആഡ് ചെയ്യേണ്ടതായിട്ട് വരും. ഒന്ന് ബേസിക് അൺറൈറ്റിംഗ് എഗ്രിമെൻ്റ് അനുസരിച്ച് വരുന്ന ലയബിലിറ്റി പ്ലസ് എന്തും കൂടെ ചേർക്കും? ഫേം അൺറൈറ്റിങ്ങിൻ്റെ ഭാഗമായിട്ട് വരുന്ന നമ്പർ ഓഫ് ഷെയർസും കൂടെ അതിനോടൊപ്പം തന്നെ ചേർത്താൽ മാത്രമേ ടോട്ടൽ ലയബിലിറ്റി എന്ന് പറയുന്നൊരു കാര്യം ഫേം അൺറൈറ്റിങ്ങിൻ്റെ കേസിൽ കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. അതായത് ബേസിക് അൺറൈറ്റിംഗ് എഗ്രിമെൻ്റ് അനുസരിച്ച് ഒരു ലയബിലിറ്റി ഇല്ല. ഫുൾ സബ്സ്ക്രിപ്ഷനൊക്കെ വരുന്ന കേസ് അൺറൈറ്റർ ഫ്രീ ആയി, അല്ലേ? 0 ആവുന്ന കേസ് വരെ വരാം. അതായത് അൺറൈറ്റർ ഒന്നും തന്നെ ഏറ്റെടുക്കണ്ട എന്ന് വരുന്നൊരു കേസ്, കംപ്ലീറ്റ്ലി ഫ്രീ ആവുന്ന കേസ് വരാം. പക്ഷേ ഫേം അൺറൈറ്റിങ്ങും കൂടെ വരുന്ന ഒരു കേസ് ആണെങ്കിൽ അവിടെ എന്ത് സംഭവിക്കും? ആ ബേസിക് അൺറൈറ്റിംഗ് എഗ്രിമെൻ്റ് അനുസരിച്ച് 0 ആയിരിക്കും നമ്പർ ഓഫ് നെറ്റ് ലയബിലിറ്റി എന്ന് പറയുന്നത്, ഏറ്റെടുക്കേണ്ട നമ്പർ ഓഫ് ഷെയർസിൻ്റെ എണ്ണം എന്ന് പറയുന്നത്. പക്ഷേ അവിടെ ഫേം അൺറൈറ്റിങ്ങിൽ ഇപ്പോൾ ഓൾറെഡി എഗ്രി ചെയ്തേക്കുവാണ്, ഒരു 2000 ഷെയർസ് ഏറ്റെടുക്കാമെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യേണ്ടി വരും? ആ 2000 ഏറ്റെടുത്തേ പറ്റൂ എന്നുള്ളൊരു കമ്മിറ്റ്മെൻറ്റാണ് ഫേം അൺറൈറ്റിങ്ങിൽ അൺറൈറ്റർ കമ്പനിക്ക് കൊടുക്കുന്നത്. ഇതാണ് ഫേം അൺറൈറ്റിങ്ങിൻ്റെ മീനിങ് ആയിട്ട് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് പറയാനായിട്ടുള്ളത്. അപ്പോൾ വീണ്ടും നമ്മൾ ഇല്ലുസ്ട്രേഷൻ 2 തിരിച്ചു വരുവാണ്. അത് ഇല്ലുസ്ട്രേഷൻ 2 എന്ന് പറയുന്നത് ഈ പറയുന്ന ഫേം അൺറൈറ്റിങ്ങും കൂടെ വരുന്ന ഒരു പ്രോബ്ലമാണ്. അപ്പോൾ നമുക്ക് ഇല്ലുസ്ട്രേഷൻ 2 എങ്ങനെ വർക്കൗട്ട് ചെയ്യാമെന്ന് ക്വസ്റ്റ്യൻ നോക്കാം. മെസ്സഞ്ചേഴ്സ് എസ്മാൻ ലിമിറ്റഡ് ഇഷ്യൂഡ് 80,000 ഇക്വിറ്റി ഷെയർസ് വിച്ച് വെയർ അൺറിട്ടൺ ആസ് ഫോളോസ്. അപ്പോൾ അതായത് ടോട്ടൽ 80,000 ഇക്വിറ്റി ഷെയർസ് എങ്ങനെ അൺറൈറ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ളൊരു ഡീറ്റെയിൽ ആണ് താഴോട്ട് തന്നിരിക്കുന്നത്. മിസ്റ്റർ എക്സ് 48,000 ഇക്വിറ്റി ഷെയർസ്, വൈ ആൻഡ് കമ്പനി 20,000 ഇക്വിറ്റി ഷെയർസ്, ഇസഡ് കമ്പനി 12,000 ഇക്വിറ്റി ഷെയർസ് ആണ് അൺറൈറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് പറഞ്ഞ കമ്പനി ടോട്ടൽ ഇഷ്യൂ ചെയ്യുന്ന ഷെയർസ് ഇക്വിറ്റി ഷെയർസ് എന്ന് പറയുന്നത് 80,000 ഇക്വിറ്റി ഷെയർസ് ആണ്. അതിൽ ഓരോരുത്തരും അൺറൈറ്റ് ചെയ്തിരിക്കുന്നതിൻ്റെ നമ്പർ ഓഫ് ഷെയർസ് പറഞ്ഞിട്ടുണ്ട്. എക്സ് 48,000, വൈ 20,000, ഇസഡ് 12,000. ടോട്ടൽ ചെയ്താൽ നമുക്ക് എന്ത് മനസ്സിലാകും? 80,000 ഇക്വിറ്റി ഷെയർസും അൺറൈറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം കൂടി നമുക്ക് കൂട്ടത്തിൽ മനസ്സിലാകും. ഇനി എന്താണ്? ദ അബവ് മെൻഷൻഡ് അൺറൈറ്റേഴ്സ് മെയ്ഡ് ഫേം അൺറൈറ്റിംഗ് ആസ് ഫോളോസ്. അപ്പോൾ ഇവിടെ എന്തും കൂടെ വരുന്നു എന്ന് ഇവിടെ കൃത്യമായിട്ട് മനസ്സിലാക്കാം. ഈ പറയുന്നത് പോലെ ഷെയർസിൻ്റെ ഒരു കംപ്ലീറ്റ് അല്ലെങ്കിൽ ഒരു പാർഷ്യൽ എന്നുള്ള രീതിയിലുള്ള ഒരു ടൈപ്പ് മാത്രമല്ല, പ്ലസ് അവിടെ എന്തും കൂടെ വരുവാണ്? ഫേം അൺറൈറ്റിംഗ് വരുന്നുണ്ട് എന്ന് ക്വസ്റ്റ്യനിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാകും. കാരണം ഓരോ അൺറൈറ്ററും ഫേം അൺറൈറ്റിങ്ങിൻ്റെ ഭാഗമായിട്ട് എത്ര ടേക്ക് ഓവർ ചെയ്തു എന്നുള്ള ഡീറ്റെയിൽ തന്നിട്ടുണ്ടാകും. അപ്പോൾ ഫേം അൺറൈറ്റിങ്ങിൻ്റെ ഡീറ്റെയിൽ ആണ് ഇനി പറയുന്നത്. എക്സിൻ്റെ ഫേം അൺറൈറ്റിങ്ങിൻ്റെ എണ്ണം എത്രയാണ്? 6,400. അടുത്തത് എത്രയാണ്? വൈയുടെ കേസിൽ 8,000,
ഇസഡിൻ്റെ കേസിൽ 2400 ഷെയർസുമാണ് ഫേം അണ്ടർറൈറ്റിംഗ് ആയിട്ട് അവർ ഓൾറെഡി എഗ്രി ചെയ്തേക്കുവാണ്. എന്ത് സംഭവിച്ചാലും എന്ത് ചെയ്യും, എക്സ് ഒരു 6400 ഷെയർസ് ഫേം അണ്ടർറൈറ്റിംഗ് ആയിട്ട് ഏറ്റെടുത്തോളും അല്ലേ. അപ്പോൾ അവർക്ക് തന്നെയാണ് പ്രയോറിറ്റി. അങ്ങനെയുള്ള രീതിയിൽ എക്സും വൈയും ഇസഡിൻ്റെ ഫേം അണ്ടർറൈറ്റിങ്ങും ഉണ്ട്. അവർ 3 പേർക്കും ഫേം അണ്ടർറൈറ്റിംഗ് ഉള്ളൊരു കേസാണ്. അടുത്തതോ ടോട്ടൽ ആപ്ലിക്കേഷൻസ് എക്സ്ക്ലൂഡിങ് ഫേം അണ്ടർറൈറ്റിംഗ്. ഫേം അണ്ടർറൈറ്റിംഗ് കൂട്ടാതെ ഫേം അണ്ടർറൈറ്റിങ്ങിൻ്റെ കാര്യം തൊട്ട് മേളിൽ പറഞ്ഞിരുന്നല്ലോ. അതിൻ്റെ ടോട്ടൽ എടുക്കുമ്പോൾ നമുക്കൊരു 16,800 കിട്ടും. അതായത് ഒരു 16,800 ഷെയർസ് ഫേം അണ്ടർറൈറ്റിംഗ് ആയിട്ട് ഓൾറെഡി വന്നു കഴിഞ്ഞു. നമുക്ക് ടോട്ടൽ ആപ്ലിക്കേഷൻ എത്ര കിട്ടിയെന്നാണ് അടുത്ത പറയുന്നത്. ആ ടോട്ടൽ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നതിൽ എന്ത് കൂട്ടിയിട്ടില്ല, ഫേം അണ്ടർറൈറ്റിംഗ് കൂട്ടിയിട്ടില്ല. അപ്പോൾ എക്സ്ക്ലൂഡിങ് ഫേം അണ്ടർറൈറ്റിംഗ് എത്ര ടോട്ടൽ ആപ്ലിക്കേഷൻ കിട്ടിയെന്നാണ് പറയുന്നത്. ദ ടോട്ടൽ ആപ്ലിക്കേഷൻസ് ഇൻക്ലൂഡിങ് മാർട്ട് ആപ്ലിക്കേഷൻസ് വേർ 40,000 ഇക്വിറ്റി ഷെയർസ്. അതായത് 40,000 ഇക്വിറ്റി ഷെയർസിന് ആപ്ലിക്കേഷൻ കിട്ടി, ടോട്ടൽ ആപ്ലിക്കേഷൻ കിട്ടി. ഈ 40,000 എന്ന് പറയുന്നതിൽ എന്ത് ഇൻക്ലൂഡഡ് ആണെന്ന് ഇവിടെ പറയുന്നുണ്ട്. ഇതിൽ മാർട്ട് ആപ്ലിക്കേഷൻ ഉണ്ട്, പക്ഷേ എന്ത് ഇൻക്ലൂഡഡ് അല്ല, ഫേം അണ്ടർറൈറ്റിങ്ങിൻ്റെ ഭാഗമായിട്ടുള്ള തൊട്ട് മോളിൽ പറഞ്ഞ ആ ഒരു 16,800 ഈ ഒരു നമ്പറിൽ വരുന്നില്ല എന്നൊരു കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പറഞ്ഞിരിക്കുന്ന ഡീറ്റെയിൽ എന്താണെന്നുള്ളത് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കണം. നമുക്കിവിടെ പറഞ്ഞിരിക്കുന്നത് മാർട്ട് ആപ്ലിക്കേഷൻ ഉൾപ്പെടെ ടോട്ടൽ കിട്ടിയ ആപ്ലിക്കേഷനെ പറ്റിയാണ്. ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ, ഒരു കമ്പനിയെ സംബന്ധിച്ച് ആപ്ലിക്കേഷൻ കിട്ടി എന്ന് പറഞ്ഞാൽ ഏതൊക്കെ ടൈപ്പ് ആപ്ലിക്കേഷൻ ആകാം, മാർഡും ആകാം അൺമാർഡും ആകാം അല്ലേ. അവർ ഇവിടെ പറയുന്നത് എന്താ, ടോട്ടൽ ആപ്ലിക്കേഷൻ. അതിൻ്റെ അകത്ത് എന്തില്ലെന്ന് മാത്രമേ പറയുന്നുള്ളൂ, ഫേം അണ്ടർറൈറ്റിങ്ങിൻ്റെ ഭാഗമായിട്ടുള്ളത് ഇല്ലെന്നും പറയുന്നു. അപ്പോൾ ബാക്കിയുള്ളത് എന്താണ്, മാർഡും അൺമാർഡും കൂടെ ചേർന്ന്, മാർഡ് ആപ്ലിക്കേഷനും അൺമാർഡ് ആപ്ലിക്കേഷനും കൂടെ ചേർന്ന് 40,000 ഇക്വിറ്റി ഷെയർസ് ആണ് കമ്പനിക്ക് കിട്ടിയത്. അതായത് മൊത്തം പബ്ലിക്കിൻ്റെ കയ്യിൽ നിന്ന് ഫേം അണ്ടർറൈറ്റിംഗ് അല്ലാതെ കിട്ടിയത്. ഫേം അണ്ടർറൈറ്റിംഗ് ആരെയാണ് എടുക്കുന്നത്, അൺറൈറ്റേഴ്സ് തന്നെയല്ലേ. അൺറൈറ്റർ അല്ലാതെ ബാക്കി പുറത്തു നിന്ന് പബ്ലിക്കിൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയ മാർഡ് ആൻഡ് അൺമാർഡ് ആപ്ലിക്കേഷൻ എത്രയാണ്, 40,000 ഇക്വിറ്റി ഷെയർസ് ആണെന്ന് പറയുന്നുണ്ട്. എന്നിട്ട് തൊട്ട് താഴെയുള്ള ഒരു സെൻറ്റൻസിൽ ഓരോരുത്തരുടെയും മാർഡ് ആപ്ലിക്കേഷൻ എത്രയാണ്, ഓരോ അണ്ടർറൈറ്ററിൻ്റെ എക്സ് വൈ സെഡ് എന്ന് പറഞ്ഞാൽ 3 പേരുണ്ടല്ലോ, ആ 3 പേരുടെ മാർഡ് ആപ്ലിക്കേഷൻ എത്രയാണെന്ന് തന്നിട്ടുണ്ട്, പ്രത്യേകം തന്നിട്ടുണ്ട്. എക്സിന് 8,000, വൈക്ക് 10,000, ഇസഡിന് 4,000. അങ്ങനെ സെപ്പറേറ്റ് മാർഡ് ആപ്ലിക്കേഷൻ എത്രയാണെന്ന് തന്നതുകൊണ്ട് നമുക്ക് അവിടെ തന്നെ മാർഡ് ആപ്ലിക്കേഷൻ്റെ ഒരു ടോട്ടൽ ആണെങ്കിൽ ഈസി ആയിട്ട് കണ്ടുപിടിക്കാമല്ലോ. ജസ്റ്റ് ഒന്ന് ടോട്ടൽ ചെയ്തേ മാർഡ് ആപ്ലിക്കേഷൻസ് എത്ര വരുന്നുണ്ട്. എക്സിൻ്റെ കേസിൽ 8,000, വൈക്ക് 10,000, ഇസഡിന് 4,000, ടോട്ടൽ 22,000 വരുന്നുണ്ട് അല്ലേ. അപ്പോൾ ഈ വരുന്ന 22,000 മാർഡ് ആപ്ലിക്കേഷൻസ്, അപ്പം 22,000 മാർഡ് ആപ്ലിക്കേഷൻസ് ഉണ്ട്. തൊട്ട് മോളി പറയുവാണ് ഈ മാർഡും അൺമാർഡും എല്ലാം കൂടെ ചേർത്ത് എത്രയുണ്ട്, 40,000 ഉണ്ടെന്ന്. 40,000 ടോട്ടലാണ്. 22,000 മാർഡ് ആപ്ലിക്കേഷൻ ആണെങ്കിൽ ബാക്കി എത്രയാണ്, 18,000 എന്താണ്, അൺമാർഡ് ആപ്ലിക്കേഷനാണ് അല്ലേ. അപ്പോൾ ഇത്രയൊക്കെ നമുക്ക് ഈ കൂട്ടത്തിൽ തന്നെ കണ്ടുപിടിച്ച് പോകാവുന്നതാണ്. അൺമാർഡ് ആപ്ലിക്കേഷൻ്റെ എണ്ണം എത്രയാണ്, 18,000. ഓക്കെ, ഇനി ബാക്കി പറയുന്ന കാര്യം കൂടെ നോക്കുക. ഒരു ബ്രാക്കറ്റിൽ ഒരു കാര്യം പറയുന്നുണ്ട്. ദ അൺറൈറ്റിംഗ് കോൺട്രാക്ട്സ് പ്രൊവൈഡ് ദാറ്റ് അൺറൈറ്റേഴ്സ് ബി ഗിവൺ ക്രെഡിറ്റ് ഫോർ ഫേം ആപ്ലിക്കേഷൻ. അപ്പോൾ അൺറൈറ്ററിന് ഫേം ആപ്ലിക്കേഷൻ്റെ കാര്യങ്ങളൊക്കെ കൺസിഡർ ചെയ്ത് തന്നെ ആയിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, അൺറൈറ്റിംഗ് കോൺട്രാക്റ്റിൽ അത് കൺസിഡർ ചെയ്യണമെന്ന് തന്നെ പ്രത്യേകം പറയുന്നുണ്ട്. അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന കാര്യം തന്നെയാണ്. അതിൻ്റെ കൂടെ ഒരു ഹിൻ്റ് കൂടെ തരുന്നുണ്ട്. ആൻഡ് ദാറ്റ് ക്രെഡിറ്റ് ഫോർ മാർഡ് ആപ്ലിക്കേഷൻ ബി ഗിവൺ ഇൻ പ്രൊപ്പോർഷൻ ടു ദ ഷെയർസ് അണ്ടർ റിട്ടൺ. ഷെയർസ് അണ്ടർറൈറ്റ് ചെയ്തിരിക്കുന്ന റേഷ്യോ എത്രയാണോ, ഷെയർസ് അണ്ടർറൈറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് പറയുന്ന ഗ്രോസ് ലയബിലിറ്റിയുടെ റേഷ്യോ ഇല്ലേ, ആ സെയിം റേഷ്യോയിൽ തന്നെ ആയിരിക്കണം ബാക്കി അലോക്കേഷനും മാർഡ് ആപ്ലിക്കേഷൻസും ബാക്കിയൊക്കെ നമ്മൾ എന്ത് ചെയ്യേണ്ടത്, പ്രൊപ്പോർഷൻ ബാക്കി ഷെയർസ് അണ്ടർറൈറ്റ് ചെയ്തതിൻ്റെ അതേ സെയിം പ്രൊപ്പോർഷനിൽ അലോട്ട് ചെയ്യുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് നമുക്കിവിടെ നമ്മൾ പ്രീവിയസ് ക്ലാസ്സിലൊക്കെ ഡിസ്കസ് ചെയ്ത കൂട്ടത്തിൽ നമ്മൾ പറഞ്ഞിരുന്നല്ലോ, അൺമാർഡ് ആപ്ലിക്കേഷനൊക്കെ വരുമ്പോൾ എങ്ങനെ അലോട്ട് ചെയ്യണം, ഗ്രോസ് ലയബിലിറ്റി എടുക്കണോ അല്ലെങ്കിൽ അതിൻ്റെ അകത്തുനിന്ന് മാർഡ് ആപ്ലിക്കേഷൻസ് കുറച്ചിട്ട് വരുന്ന ബാക്കി റിമൈനിങ് എന്താണ് ബാലൻസ് എമൗണ്ട്, ബാലൻസ് ലെഫ്റ്റ് എടുക്കണോ എന്നൊക്കെ പറയുന്നൊരു കേസിലായിരുന്നു. അപ്പോൾ ഇവിടെ അത് ഏത് പ്രൊപ്പോർഷൻ എടുക്കണമെന്നാണ് പറയുന്നത്, ഷെയർസ് അണ്ടർറൈറ്റ് ചെയ്തിരിക്കുന്ന പ്രൊപ്പോർഷൻ എടുക്കണം. ഷെയർസ് അണ്ടർറൈറ്റ് ചെയ്തിരിക്കുന്ന പ്രൊപ്പോർഷൻ എന്ന് പറഞ്ഞാൽ സിംപ്ലി ഗ്രോസ് ലയബിലിറ്റി എന്ന് പറയുന്ന പ്രൊപ്പോർഷനാണ്. ഷെയർസ് അണ്ടർറൈറ്റ് ചെയ്തിരിക്കുന്ന ആദ്യം തന്നെ പറഞ്ഞല്ലോ 8,000 ഷെയർസ് എങ്ങനെ അണ്ടർറൈറ്റ് ചെയ്തിട്ടുണ്ടെന്ന്, അതേ സെയിം റേഷ്യോ അല്ലെ പ്രൊപ്പോർഷനാണ് ഇവിടെ എടുക്കേണ്ടതെന്നുള്ളൊരു ഹിൻ്റാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഇനി നമ്മൾ എന്ത് കണ്ടുപിടിക്കുക, ഓരോ അണ്ടർറൈറ്ററിൻ്റെ ലയബിലിറ്റി അലോക്കേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഫൈൻഡ് ഔട്ട് ചെയ്യുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ക്വസ്റ്റ്യൻ ക്ലിയർ ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ആൻസറിലേക്ക്, സൊല്യൂഷനിലേക്ക് പോകാം. സൊല്യൂഷൻ നോക്കുക. നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും അവിടെ ഒരു ഓർഡറിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റിലോട്ട് എഴുതിയിരിക്കുന്നത് മാത്രമേ ഉള്ളൂ. സിമ്പിളായിട്ട് പറഞ്ഞു പോകുന്നതാണ്. സ്റ്റേറ്റ്മെൻറ്റ് ഷോയിങ് ലയബിലിറ്റി ഓഫ് അൺറൈറ്റേഴ്സ് ഇൻ നമ്പർ ഓഫ് ഷെയർസ്. നമ്പർ ഓഫ് ഷെയർസ് ആണ് പറഞ്ഞത്, എമൗണ്ടിലല്ല നമ്പറിലാണ് നമ്മൾ ഇവിടെ എത്രയാണ് അൺറൈറ്റർ ടേക്ക് ഓവർ ചെയ്യേണ്ട ലയബിലിറ്റി എന്ന് എക്സ്പ്രസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പം 3 കോളം ഉണ്ട്, 3 അൺറൈറ്റേഴ്സ് ഉണ്ട്, എക്സ് വൈ ഇസഡ്. അതുകൂടാതെ ടോട്ടൽ എന്നുള്ളൊരു കോളം കൂടെ കൊടുക്കുക. ടോട്ടൽ ഇഷ്യൂ ചെയ്ത ഷെയർസിൻ്റെ എണ്ണം 80,000 ആണ്.
അത് ഓരോരുത്തരും എങ്ങനെയാണ് ടേക്ക് ഓവർ ചെയ്തതെന്ന് ആദ്യത്തെ സെൻറ്റൻസ് തന്നെ പറയുന്നുണ്ട്. എക്സും വൈയും ഇസഡും എങ്ങനെ ടേക്ക് ഓവർ ചെയ്തു, അതാണ് അവരുടെ ഗ്രോസ് ലയബിലിറ്റി. അതാണ് ഗ്രോസ് ലയബിലിറ്റിയുടെ റേഷ്യോ കാണണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്നാണ് ആ ലയബിലിറ്റിയുടെ റേഷ്യോ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഗ്രോസ് ലയബിലിറ്റി റേഷ്യോ എത്ര വരും? 48,000 = 20,000 = 12,000. അല്ലെങ്കിൽ സീറോസ് വെട്ടിക്കളഞ്ഞാൽ സീറോസ് വെട്ടി എഴുതുവാണെങ്കിൽ 48:20:12 വേണമെങ്കിൽ വീണ്ടും എത്രയാണ് 4ൻ്റെ ടേബിളെ വെട്ടാം അല്ലേ. അപ്പോൾ 12:5:3 എന്ന് വേണമെങ്കിൽ എഴുതാം, അല്ലെങ്കിൽ ഇത് തന്നെ എഴുതിയാലും മതി. എന്താണ് എല്ലാം ഒരേപോലെ തന്നെ നമുക്ക് കിട്ടും. ഇപ്പോൾ ഗ്രോസ് ലയബിലിറ്റിയുടെ റേഷ്യോയും കൂടെ പറഞ്ഞൂ എന്നുള്ളതേ ഉള്ളൂ. ഗ്രോസ് ലയബിലിറ്റി ഒക്കെ ആദ്യം തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 80,000 ഷെയർസ് എന്നുള്ളതിൻ്റെ ക്ലാസിഫിക്കേഷൻ ഓരോരുത്തരും എങ്ങനെ ടേക്ക് ഓവർ ചെയ്യുന്നു തന്നതിനെ തന്നെ ബേസ് ചെയ്ത് ജസ്റ്റ് ഇങ്ങോട്ട് പോസ്റ്റ് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ അല്ലേ. നമ്പർ ഓഫ് ഷെയർസിലാണ് പറഞ്ഞേക്കുന്നത്. ഇനി നോർമലി നമ്മൾ നേരത്തെ സ്റ്റേറ്റ്മെൻറ്റ് പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞാണ് ഗ്രോസ് ലയബിലിറ്റിയിൽ നിന്ന് നമ്മൾ ആദ്യം മൈനസ് ചെയ്യുന്നത് മാർഡ് ആപ്ലിക്കേഷൻ ആണെന്ന് അവിടെ പറഞ്ഞിരുന്നു. ഇവിടെയും അത് തന്നെ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഇവിടെ ആദ്യം ഇവർ അൺമാർഡ് ആണ് കാണിച്ചിരിക്കുന്നത്. അത് മാർക്ക്ഡ് ചെയ്താലും അൺമാർക്ഡ് ചെയ്താലും ഇവിടെ എന്താണ് മിസ്റ്റേക്ക് ഒന്നും വരില്ല. കാരണം ഇവിടെ റേഷ്യോ എടുക്കുന്നത് ഗ്രോസ് ലയബിലിറ്റി ബേസിലായതുകൊണ്ടാണ് അങ്ങനെ. നോർമലി നമ്മൾ എന്താണ് നമ്മുടെ പ്രീവിയസ് ക്ലാസ്സിൽ പറഞ്ഞ ആ ഒരു ഫോർമാറ്റ് അനുസരിച്ചാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ രണ്ടാമത് ലെസ് ചെയ്യേണ്ടത് ഏത് തന്നെയാണ്? മാർഡ് ആപ്ലിക്കേഷൻ തന്നെയാണ്. അപ്പോൾ മാർഡ് ആപ്ലിക്കേഷൻ അങ്ങനെ എടുക്കാൻ പറ്റുന്നത് ഏത് കേസിലാണെന്നൂടെ മാർഡ് ആപ്ലിക്കേഷൻ എല്ലാ കേസിലും ആദ്യം തന്നെ എടുക്കുക. ഇനി അൺമാർഡ് ആപ്ലിക്കേഷൻ വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ തന്നെ എടുക്കാൻ പറ്റുന്ന ഒരേ ഒരു കേസ് എപ്പോഴാണെന്ന് ഓർത്തോണം. നമ്മൾക്ക് അൺമാർഡ് ആപ്ലിക്കേഷൻ്റെ അലോട്ട് ചെയ്യുന്ന റേഷ്യോ ഗ്രോസ് ലയബിലിറ്റി ബേസിലാണെങ്കിൽ എന്താണ് ആദ്യം അൺമാർഡോ മാർഡോ എന്ത് വേണമെങ്കിലും എടുക്കാം എന്നുള്ള ഒരു കാര്യം കൂടി ഉണ്ട്. അപ്പോൾ ഗ്രോസ് ലയബിലിറ്റി നമ്മൾ എഴുതി. ഇനി നമുക്ക് വേണമെങ്കിൽ മാർഡ് ആപ്ലിക്കേഷൻ വേണമെങ്കിൽ ആദ്യം എഴുതാം. മാർഡ് ആപ്ലിക്കേഷൻ അവർ തന്നിട്ടുണ്ട്, ജസ്റ്റ് അത് എന്ത് ചെയ്യുന്നതേ ഉള്ളൂ, ഇങ്ങോട്ട് എടുത്ത് എഴുതുന്നു എന്ന് മാത്രമേ ഉള്ളൂ. 22,000ൻ്റെ മാർഡ് ആപ്ലിക്കേഷൻ പറഞ്ഞിട്ടുണ്ടല്ലോ, 8,000, 10,000 പിന്നെ ലാസ്റ്റ് 4,000 എന്നുള്ള രീതി തന്നിട്ടുണ്ട്. അത് തന്നെ ജസ്റ്റ് കോപ്പി ചെയ്തേ ഉള്ളൂ. ഇനി എന്താണ് രണ്ടാമതാണ് മാർഡ് ആപ്ലിക്കേഷൻ കുറച്ചതെങ്കിൽ പിന്നീട് നമ്മൾ എന്തും കൂടെ ചെയ്യാനുണ്ട്? അൺമാർഡ് ചെയ്യാനുണ്ട് അല്ലേ. അപ്പോൾ ഓർഡർ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഏത് കേസിലാണ് മാറുന്നതുകൊണ്ട് കുഴപ്പമില്ലാത്തത്? ഈ അൺമാർഡ് ആപ്ലിക്കേഷൻ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ എടുക്കുന്ന റേഷ്യോ ഇവിടെ നമ്മളോട് പറഞ്ഞു, ഷെയർസ് അൺറൈറ്റ് ചെയ്തിരിക്കുന്ന റേഷ്യോ അല്ലെങ്കിൽ ഈ ഗ്രോസ് ലയബിലിറ്റി റേഷ്യോ എടുക്കുമ്പോഴാണ് നമുക്ക് ആ ഓർഡർ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയാലും മിസ്റ്റേക്ക് വരാത്തത് കേട്ടോ. അതുകൊണ്ട് ഇവിടെ ആ ഒരു റേഷ്യോ സെയിം, ആ ഫസ്റ്റ് വണ്ണിനെ ബേസ് ചെയ്താണ് റേഷ്യോ വരുന്നത് എന്നുണ്ടെങ്കിൽ അവിടെ ഓർഡറിൻ്റെ അകത്ത് വലിയ പ്രസക്തിയൊന്നുമില്ല, അതിനെ കൺസേൺ ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് മാത്രം ഓർത്തിരിക്കുക. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? അൺമാർഡ് ആപ്ലിക്കേഷനൂടെ മൈനസ് ചെയ്യണം. അൺമാർഡ് ആപ്ലിക്കേഷൻ്റെ നമ്പർ എത്ര വരും ഓൾറെഡി പറഞ്ഞു. നമുക്ക് കമ്പനിക്ക് ടോട്ടൽ കിട്ടിയ ആപ്ലിക്കേഷൻ എത്രയാണ്? ടോട്ടൽ കിട്ടിയ ആപ്ലിക്കേഷൻ്റെ എണ്ണം ഇവിടെ തന്നിട്ടുണ്ടായിരുന്നു. ഫേം അൺറൈറ്റിംഗ് കൂടാതെ മാർഡും അൺമാർഡും എല്ലാം കൂടെ ചേർത്ത് കമ്പനിക്ക് കിട്ടിയതിൻ്റെ എണ്ണം 40,000 ആയിരുന്നു അല്ലേ. 40,000 ആണ് നമ്പർ ഓഫ് ആപ്ലിക്കേഷൻ കിട്ടിയത്. ഈ 40,000-ൽ നിന്ന് മാർഡ് ആപ്ലിക്കേഷൻ്റെ എണ്ണം നമ്മൾ എന്ത് ചെയ്തു? കുറയ്ക്കുന്നു. മാർഡ് കുറച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ളത് എന്താണ്? അൺമാർഡ് അല്ലേ. അപ്പോൾ 18,000 ആണ് നമുക്ക് അൺമാർഡ് ആപ്ലിക്കേഷനായിട്ട് മൊത്തം കിട്ടിയത്. ഈ അൺമാർഡ് ആപ്ലിക്കേഷൻ നമ്മൾ ഏത് പ്രൊപ്പോർഷനിലാണ് ഡിവൈഡ് ചെയ്യാൻ പോകുന്നത്? അതാണ് നമ്മൾ പ്രീവിയസ് ക്ലാസ്സിലൊക്കെ പറഞ്ഞത്. 2 ബേസ് വേണമെങ്കിൽ എടുക്കാമെന്നൊക്കെ നമ്മളവിടെ പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞ ഒരു കാര്യം തന്നെ ഇവിടെയും ചെയ്യാവുന്നതാണ്. ആ ഒരു കേസിൽ എങ്ങനെ നമുക്ക് എടുക്കാവുന്നതാണ്? ബാലൻസ് ലെഫ്റ്റ് എന്നുള്ള കേസിലോ അല്ലെങ്കിൽ ഗ്രോസ് ലയബിലിറ്റി ബേസിലോ എടുക്കാവുന്നതാണ്. ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്നത് നമ്മുടെ ക്വസ്റ്റിനിൽ പറയുന്നതനുസരിച്ച് ഷെയർസ് അൺറൈറ്റ് ചെയ്തിരിക്കുന്ന ആ ഗ്രോസ് ലയബിലിറ്റി തന്നെ ബേസ് ചെയ്താണ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഗ്രോസ് ലയബിലിറ്റിയുടെ റേഷ്യോ നമ്മൾ മുമ്പേ പറഞ്ഞിരുന്നല്ലോ, 48:20:12 അല്ലെങ്കിൽ 12:5:3 ഇത് വെട്ടി എഴുതുമ്പോൾ 4ൻ്റെ ടേബിളിൽ വെട്ടി എഴുതുമ്പോൾ വരുന്ന ആ ഒരു റേഷ്യോ ഏതെങ്കിലും എടുക്കുക. 48:20:12 എന്നുള്ള റേഷ്യോ എടുത്താൽ അതെങ്ങനെ വന്നതാണ്? ഇത് തന്നെ 48:20:12 ആ ഗ്രോസ് ലയബിലിറ്റി റേഷ്യോ ആണ്. 8,000-നെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്ന സെയിം റേഷ്യോ. ആ റേഷ്യോയിൽ തന്നെയാണ് അൺമാർഡ് ആപ്ലിക്കേഷനും ഡിവൈഡ് ചെയ്യേണ്ടത്. അപ്പോൾ എങ്ങനെ അൺമാർഡ് ആപ്ലിക്കേഷൻ ഡിവൈഡ് ചെയ്യും? അൺമാർഡ് ആപ്ലിക്കേഷൻ എങ്ങനെയാണ് ഡിവൈഡ് ചെയ്യേണ്ടത്? ടോട്ടൽ അൺമാർഡ് ആപ്ലിക്കേഷൻ എത്രയാണെന്ന് എടുക്കുക. എത്രയാണ് ഇവിടുത്തെ അൺമാർഡ് ആപ്ലിക്കേഷൻ? ടോട്ടൽ 18,000 അല്ലേ. അപ്പോൾ 18,000 എക്സിൻ്റെ കേസിൽ എങ്ങനെ ഡിവൈഡ് ചെയ്യും? റേഷ്യോ ബേസിൽ 18,000 ആണ് ടോട്ടൽ. ഇനി റേഷ്യോ എടുക്കുക. റേഷ്യോ എത്രയാണ്? ആദ്യത്തെ എക്സിൻ്റെ കേസിൽ എത്രയാണ് റേഷ്യോ? 48 അല്ലേ. നമ്മൾ ആ 1000-ൻ്റെ സീറോസ് മാറ്റിയെന്ന് മാത്രമേ ഉള്ളൂ. 48 / ടോട്ടൽ എത്രയാണ്? 80. ടോട്ടൽ 80 ആണല്ലോ. അപ്പോൾ / 80. അപ്പോൾ എത്ര വരും? ഈ പറയുന്ന 10,800 ഫസ്റ്റ് വണ്ണിൻ്റെ കേസിൽ വരും. അടുത്ത ആളുടെ കേസ് വരുമ്പോഴോ 48-ന് പകരം നമ്മൾ അടുത്ത എത്ര റേഷ്യോ എടുത്തു? 20/80 എടുത്തു. അടുത്ത കേസിലോ 12/80 ചെയ്യുന്നു. ഇത്രയേ ഉള്ളൂ വ്യത്യാസം. ഇസഡിൻ്റെ കേസിൽ 12/80 എന്നുള്ള ഒരു കേസും എടുക്കുന്നു. അപ്പം അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുന്നു? അൺമാർഡ് ആപ്ലിക്കേഷനെ ഗ്രോസ് ലയബിലിറ്റി റേഷ്യോയുടെ തന്നെ ബേസിൽ എന്ത് ചെയ്തേക്കുവാണ്? ഇവിടെ 40:20:12 എന്നുള്ള റേഷ്യോയിൽ ഈ 18,000-നെ ഡിവൈഡ് ചെയ്ത് അൺമാർഡ് ആപ്ലിക്കേഷൻ ലെസ് ചെയ്തു. അപ്പോൾ നമ്മളിവിടെ എന്തൊക്കെ ചെയ്തു?
ഗ്രോസ് ലയബിലിറ്റി എഴുതി, അതിൻ്റെ അകത്തുനിന്ന് മാർഡ് ആപ്ലിക്കേഷൻ കുറയ്ക്കുന്നു, അൺമാർഡ് ആപ്ലിക്കേഷൻ കുറയ്ക്കുന്നു. ഇത്രയും പോയിന്റുകൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഫേം അണ്ടർറൈറ്റിംഗ് വരുന്ന കേസിൽ ഇത്രയും കാര്യങ്ങൾ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ നമ്മൾ ചെയ്തു അല്ലേ. ഇതൊക്കെ നമ്മുടെ പ്രീവിയസ് ഇല്ലുസ്ട്രേഷൻസിൽ നമ്മൾ ചെയ്ത അതേ കാര്യം തന്നെയാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞ് നമ്മൾ ഇത്രയും നമുക്ക് പ്രീവിയസ് ക്ലാസ്സിലെല്ലാം ഒരു സാധാരണ കേസിൽ എങ്ങനെയാണോ കംപ്ലീറ്റ് അണ്ടർറൈറ്റിങ്ങിൻ്റെ ഒക്കെ കേസിൽ പറഞ്ഞ അതേ കാര്യം തന്നെ സിമ്പിളായിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇനി അഡീഷണലായിട്ട് വരുന്ന ഒരു കാര്യമാണ് ശ്രദ്ധിക്കേണ്ടത്. ഫേം അണ്ടർറൈറ്റിംഗ് ഉണ്ടെങ്കിൽ ഇവിടെ ഈ ഒരു പോയിന്റിൽ ഗ്രോസ് ലയബിലിറ്റിയിൽ നിന്ന് മാർഡും അൺമാർഡും എല്ലാം കുറച്ച് കഴിഞ്ഞതിന് ശേഷം ഫേം അണ്ടർറൈറ്റിംഗ് എന്ത് ചെയ്തേക്കുക, കുറച്ചേക്കുക. കാരണം ഫേം അണ്ടർറൈറ്റിംഗ് എന്തിൻ്റെ ഭാഗമായിട്ട് എടുക്കേണ്ടതാണ്? അത് പ്രൊപ്പോഷനോ കാര്യങ്ങളോ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. ലാസ്റ്റ് ഓരോരുത്തരും എഗ്രി ചെയ്തിരിക്കുന്നത് അവർ തന്നെ ലാസ്റ്റ് ടേക്ക് ഓവർ ചെയ്തോളൂ. അത് നമുക്ക് എന്ത് ചെയ്യാം, ഏറ്റവും ലാസ്റ്റ് അവർക്ക് കൂട്ടി കൊടുക്കാം അല്ലേ, തിരിച്ച് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുവേണ്ടി അതിവിടെ കാൽക്കുലേഷനെ ഒന്നും ബാധിക്കേണ്ട ആവശ്യമില്ലാത്തത് കൊണ്ട് ഇൻഡിവിജ്വലി ഉള്ള ഓരോരുത്തരുടെയും ഫേം അണ്ടർറൈറ്റിങ്ങിൻ്റെ ഭാഗമായിട്ട് വരുന്ന നമ്പർ ഓഫ് ഷെയർസ് എന്ത് ചെയ്യുവാണ്, ഇവിടെ ലെസ് ചെയ്യുവാണ്. അപ്പോൾ ഫസ്റ്റ് ഫേം അണ്ടർറൈറ്റിങ്ങിൻ്റെ ഭാഗമായിട്ട് എക്സിന് വരുന്ന നമ്പർ എത്രയാണ്, 6400. അടുത്ത ആൾക്ക് എത്രയാണ്, 8000. അടുത്ത ആൾക്ക് 2400. അങ്ങനെ ഫേം അണ്ടർറൈറ്റിംഗ് മൊത്തം 16800 വരുന്നത് നമ്മൾ എന്ത് ചെയ്തു, ഓരോരുത്തരുടേതും ഡിവൈഡ് ചെയ്ത് നമ്മളോട് പറഞ്ഞിരിക്കുന്ന ഫേം അണ്ടർറൈറ്റിങ്ങിൻ്റെ എമൗണ്ട് ഇവിടെ കുറയ്ക്കുക. ഇത്രയും കുറച്ച് കഴിയുന്നത് വരെ എന്താണ്, നോർമലി ചെയ്യുന്ന പോലെ തന്നെ ചെയ്തു. ഫേം അണ്ടർറൈറ്റിംഗ് കൂടെ അഡീഷണലായിട്ട് മൈനസ് ചെയ്തു എന്നുള്ളതേ ഇവിടെ ചെയ്തുള്ളൂ. ചെയ്തിട്ട് അവരുടെ ബാക്കി എത്രയാണ് ലയബിലിറ്റി വരുന്നതെന്ന് നോക്കുക. അപ്പോൾ എക്സിൻ്റെ കേസിൽ ബാക്കി എത്ര നമ്പർ ഓഫ് ഷെയർസ് അവർ എടുക്കേണ്ടി വരും, 22,800 എടുക്കേണ്ടി വരും. എന്നാൽ വൈയുടെ കേസിൽ ഇവിടെ എന്ത് സംഭവിക്കുന്നുണ്ട്, ഒരു 2500 മൈനസ് ഫിഗർ വരുന്നുണ്ട്. ഈ ബാലൻസ് എന്ന് പറയുന്നത് എന്താണ്, ബാലൻസ് ടു ബി ടേക്കൺ അണ്ടർ ദ കോൺട്രാക്ട് ക്രെഡിറ്റ് ഫോർ എക്സസ് ഓഫ് വൈ ആൻഡ് കമ്പനി. ആ വൈയുടെ കേസിൽ അവിടെ ഒരു ക്രെഡിറ്റ് ബാലൻസ് ആണ് വീണ്ടും വരുന്നത്. അതായത് വൈ എന്ത് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല, വൈ ഇനി ഫർദറായിട്ട് ബേസിക് അണ്ടർറൈറ്റിംഗ് എഗ്രിമെൻ്റ് അനുസരിച്ച് ഒന്നും തന്നെ ടേക്ക് ഓവർ ചെയ്യേണ്ടതായിട്ട് വരുന്നില്ല. പക്ഷേ ഫേം അണ്ടർറൈറ്റിംഗ് കൂടെ മൈനസ് ചെയ്തതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിൽ ഒരു ക്രെഡിറ്റ് ബാലൻസ് വരുവാണ്. അതായത് മൈനസ് ഫിഗർ വരുവാണ് 2500. അതായത് ഈ 2500 വരുന്ന ഒരു കേസിൽ ആ ഒരു ബെനിഫിറ്റ് ബാക്കിയുള്ള അണ്ടർറൈറ്റേഴ്സിന് ഡിവൈഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഈ 2500 എന്ന് പറഞ്ഞാൽ എന്താണ്, ഓൾറെഡി അദ്ദേഹത്തിൻ്റെ അണ്ടർറൈറ്റിംഗ് എഗ്രിമെൻ്റ് അനുസരിച്ച് ബേസിക്കലി അദ്ദേഹം ടേക്ക് ഓവർ ചെയ്യുന്ന നമ്പർ ഓഫ് ഷെയർസ് ഒക്കെ എത്രയായിരുന്നു, 5500 എന്നുള്ള ലെവലിൽ നിന്നു ഫേം അണ്ടർറൈറ്റിംഗും കൂടെ മൈനസ് ചെയ്തതുകൊണ്ട് ഫേം അണ്ടർറൈറ്റിംഗ് തിരിച്ച് നമ്മൾ ലാസ്റ്റ് ആഡ് ചെയ്യും. ഇവിടെ ഇപ്പം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി അതിൻ്റെ ഒരു എഫക്റ്റ് കുറയ്ക്കാൻ വേണ്ടി മൈനസ് ചെയ്തപ്പോഴേക്കും അതിൻ്റെ എഫക്റ്റ് എന്തായി, 2500 എക്സസ് ആണ് എന്നുള്ളൊരു രീതി, ക്രെഡിറ്റ് ആണെന്നുള്ളൊരു രീതി വന്നു. ആ ഒരു ബെനിഫിറ്റ് ഈ 2500 ഇനി ആർക്കാണ് ഡിവൈഡ് ചെയ്ത് കൊടുക്കേണ്ടത്, എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ബാക്കി അണ്ടർറൈറ്റേഴ്സിന് ഡിവൈഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ വൈയുടേത് ഇപ്പോൾ തന്നെ എന്താണ്, അത് ക്യാൻസൽ ആകും. വൈക്ക് പ്രത്യേകിച്ച് ബേസിക് അണ്ടർറൈറ്റിംഗ് എഗ്രിമെൻ്റ് അനുസരിച്ച് പ്രത്യേകിച്ച് എന്താണ് ലയബിലിറ്റി ഒന്നും വരുന്നില്ല, അവിടെ 0 ആണ് വരുന്നത്. ബ്ലാങ്ക് ആയിട്ട് കിടക്കുന്നുണ്ടല്ല, അത് 0 വരുന്നത് കൊണ്ട് തന്നെ ഈ 2500 അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി അത് ആർക്കൊക്കെ ഡിവൈഡ് ചെയ്യുക, ബാക്കിയുള്ള അണ്ടർറൈറ്റേഴ്സിന് ഡിവൈഡ് ചെയ്യുക. ബാക്കിയുള്ള അണ്ടർറൈറ്റേഴ്സ് ആരൊക്കെ, ഇവിടെ 3 അണ്ടർറൈറ്റേഴ്സേ ഉള്ളൂ, എക്സും വൈയും ഇസഡും. അവരുടെ ഗ്രോസ് ലയബിലിറ്റി റേഷ്യോ എത്രയായിരുന്നു, 48:20:12. നമ്മുടെ ബേസിക് ഗ്രോസ് ലയബിലിറ്റി റേഷ്യോ തന്നെയാണ് പറയുന്നത്, 48:20:12. ഇവിടെ വൈ എന്ന് പറയുന്ന ഒരാളുടെ ലയബിലിറ്റി മാറി, ലയബിലിറ്റി ഇല്ല. ഇനിയിപ്പോൾ എന്ത് ചെയ്യണം, ഓൾറെഡി ഉള്ള 2 പേർക്ക് ഈ ഒരു ബെനിഫിറ്റ്, ഈ ഒരു ക്രെഡിറ്റ് അങ്ങ് എന്ത് ചെയ്യുക, ഈ ഷെയർ അങ്ങ് വീതിച്ചു കൊടുക്കുക. അപ്പോൾ അവരുടെയും കൂടെ ലയബിലിറ്റി ഇത്രയും കുറയും. അവരുടെ ലയബിലിറ്റി കാരണം ഈ ബേസിക് അണ്ടർറൈറ്റിംഗ് എഗ്രിമെൻ്റ് അനുസരിച്ചായിരുന്നുവെങ്കിൽ അദ്ദേഹം ഒന്നും ടേക്ക് ഓവർ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ലായിരുന്നു. പക്ഷേ 5500 ഷെയർസ് മാത്രം വൈ ഏറ്റെടുക്കേണ്ട സ്ഥാനത്ത് ഫേം അണ്ടർറൈറ്റിങ്ങിൻ്റെ ഒക്കെ ഭാഗമായിട്ട് വരുന്നത് കൊണ്ട് അദ്ദേഹം എന്ത് ചെയ്യേണ്ടി വരുന്നു, ഒരു 2500 ഷെയർസ് അഡീഷണൽ എടുക്കേണ്ടി വരുന്നുണ്ട് എന്നാണ് അർത്ഥം. 2500 ഷെയർസ് അഡീഷണലായിട്ട് ഏറ്റെടുക്കേണ്ടി വരുന്നു. അപ്പോൾ ആ 2500ൻ്റെ ബെനിഫിറ്റ് ആർക്ക് കിട്ടണം, ബാക്കിയുള്ള എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള അണ്ടർറൈറ്റേഴ്സിന് കിട്ടും അല്ലേ. അവരുടെ ലയബിലിറ്റി അത്രയും കുറയണമല്ലോ, അല്ലെങ്കിൽ ഡബിൾ എഫക്റ്റ് ആയി പോയില്ലേ. അതുകൊണ്ട് 48:12 എന്നുള്ള റേഷ്യോയിൽ ഈ വന്ന 2500നെ എക്സും വൈയും ഡിവൈഡ് ചെയ്തെടുക്കുകയാണ് അടുത്ത് ചെയ്യേണ്ടത്. അപ്പോൾ 2500 ഇൻറ്റു ആദ്യത്തെ ആളാരാണ് 48 ഡിവൈഡഡ് ബൈ എന്ത് ചെയ്തു 60 എന്നുള്ള രീതിയിൽ 48:12 എന്നുള്ള റേഷ്യോയിൽ ആദ്യം എന്ത് ചെയ്യുന്നു, എക്സിന് വീതിച്ചു കൊടുക്കുന്നു. ബാക്കി 2500 ഇൻറ്റു 12/60 എന്നുള്ള രീതിയിൽ ഇസഡിനും വീതിച്ചു കൊടുക്കുന്നു. അപ്പോൾ എത്ര വരും, 48/60 ചെയ്യുമ്പോൾ 2000 എക്സിന് കിട്ടും. ഇതിൻ്റെ അകത്ത് പോർഷൻ 2500ൻ്റെ 2000 ഷെയർസ് ആർക്കിലോട്ട് പോകും, എക്സിന് പ്രൊപ്പോർഷൻ അനുസരിച്ച് പോകും. ഇസഡിൻ്റെ പ്രൊപ്പോർഷൻ അനുസരിച്ച് ബാക്കി 500 ഇസഡിനും കിട്ടും. ഇത്രയും അവരുടെ ലയബിലിറ്റി കുറയാനായിട്ട് കാരണമാകും. അപ്പോൾ ഓൾറെഡി ആരുടെയാണ് വൈയുടെ കാൽക്കുലേഷനിൽ വന്ന ഒരു ക്രെഡിറ്റ്, ആ ഒരു മൈനസ് ഫിഗർ ആരിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യുക, എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ബാക്കിയുള്ളവരുടെ ലയബിലിറ്റി, ഓൾറെഡി ഉള്ള ലയബിലിറ്റി റേഷ്യോ എത്രയാണോ, ഗ്രോസ് ലയബിലിറ്റി റേഷ്യോ എത്രയാണോ അത് തന്നെ ഇവിടെ ആരുടെയാണോ ക്യാൻസൽ ചെയ്ത് ആ ഒരു പോർഷൻ മാത്രം ക്യാൻസൽ ചെയ്തിട്ട് റേഷ്യോ പഴയതുപോലെ എടുക്കുക.
48:12 എന്നുള്ള റേഷ്യോയിൽ 2 പേർക്കും വീതിച്ച് കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, നോർമലി സാധാരണ കണ്ടുപിടിക്കുന്ന പോലെ തന്നെ നെറ്റ് ലയബിലിറ്റിയിലോട്ട് പോകുക, മൈനസ് ചെയ്താൽ മതി. നേരത്തെ 22,800 നോർമൽ കേസിൽ എക്സ് ഏറ്റെടുക്കേണ്ട നമ്പർ ഓഫ് ഷെയർസ് ആയിരുന്നു അല്ലേ. പക്ഷേ വൈക്ക് ആ ഒരു ക്രെഡിറ്റ് വന്നത് കാരണം എന്ത് ചെയ്യാൻ പറ്റി, 2000 കൂടെ കുറച്ചെടുത്താൽ മതി. 2000 ഒക്കെ എക്സ്ട്രാ ആരെടുത്തു, വൈ എടുത്തു. അതുകൊണ്ട് എക്സിൻ്റെ ആ ലയബിലിറ്റി അത്രയും കുറഞ്ഞു. അതുകൊണ്ട് 2000 കൂടെ കുറച്ചിട്ട് ബാക്കി നെറ്റ് ലയബിലിറ്റി എക്സിൻ്റെ കേസിൽ എത്ര വന്നു, 20,800. വൈക്ക് എന്തെങ്കിലും ബേസിക് അണ്ടർറൈറ്റിംഗ് എഗ്രിമെൻ്റ് അനുസരിച്ച് ലയബിലിറ്റി ഉണ്ടോ, ഇല്ല. അദ്ദേഹത്തിൻ്റെ ഫേം അണ്ടർറൈറ്റിംഗ് തന്നെ ഇപ്പോൾ കൂടുതലായിട്ടാണ്. ഫേം അണ്ടർറൈറ്റിങ്ങിലുള്ളത് എടുത്തല്ലേ പറ്റൂ. അങ്ങനെ ഒരു ബാധ്യത, ഒരു കമ്മിറ്റ്മെൻറ്റ് ആയതുകൊണ്ട് അത് എടുക്കുകയാണ്. ബേസിക് അണ്ടർറൈറ്റിംഗ് എഗ്രിമെൻ്റ് അനുസരിച്ച് അദ്ദേഹത്തിന് ഒന്നും എടുക്കേണ്ട ആവശ്യം വരുന്നില്ലായിരുന്നു. ഇനി ഇസഡിൻ്റെ കേസിൽ ലയബിലിറ്റി 2,900 എന്നുള്ളത് എന്തായി, 500 കൂടെ കുറഞ്ഞ് 2,400 ആയി. ഇനി എന്താ സംഭവിക്കുന്നത്, ഇത്രയുമാണ് ശരിക്കും പറഞ്ഞാൽ ഫേം അണ്ടർറൈറ്റിംഗ് ഇല്ലാത്ത കേസ് ആയിരുന്നെങ്കിൽ ഈ ഇടയ്ക്കത്തെ ഫേം അണ്ടർറൈറ്റിങ്ങും പോയി, ലാസ്റ്റിലത്തെ ഫേം അണ്ടർറൈറ്റിങ്ങും പോയി, നമ്മുടെ നെറ്റ് ലയബിലിറ്റി ഈ ഒരു കോളം കൊണ്ട് കഴിഞ്ഞേനെ അല്ലേ. പക്ഷേ ഇവിടെ ഫേം അണ്ടർറൈറ്റിംഗ് വരുന്ന കേസ് ആയതുകൊണ്ട് ആദ്യം നമ്മൾ ഫേം അണ്ടർറൈറ്റിംഗ് ഇവിടെ മൈനസ് ചെയ്തിട്ടിരിക്കുന്നത് കൊണ്ട് തിരിച്ച് ആ മൈനസ് ചെയ്തിട്ടിരിക്കുന്ന ഫേം അണ്ടർറൈറ്റിംഗ് ഈ ഒരു പോയിന്റിൽ തിരിച്ച് ആഡ് ചെയ്യുവാണ്. അതായത് ബേസിക് നമ്മുടെ പറഞ്ഞല്ലോ എങ്ങനെയാണ് ഫേം അണ്ടർറൈറ്റിംഗ് ഉള്ളപ്പോൾ ടോട്ടൽ ലയബിലിറ്റി കാണേണ്ടതെന്ന് നമ്മുടെ ഇക്വേഷനിൽ നമ്മൾ പറഞ്ഞിരുന്നല്ലോ. എവിടെയാണ് പറഞ്ഞത്, നമ്മളിവിടെ ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞ അതേ പോയിന്റ്. ഫേം അണ്ടർറൈറ്റിങ്ങിൻ്റെ ടോട്ടൽ ലയബിലിറ്റി എങ്ങനെ കാണണം, ബേസിക് അണ്ടർറൈറ്റിംഗ് എഗ്രിമെൻ്റ് അനുസരിച്ചുള്ള ലയബിലിറ്റി എത്രയാണോ പ്ലസ് ലയബിലിറ്റി അണ്ടർ ഫേം അണ്ടർറൈറ്റിംഗ് ആഡ് ചെയ്യണമെന്ന് പറഞ്ഞതുകൊണ്ടാണ് നമ്മൾ അതേ രീതിയിൽ തന്നെയാണ് ഇവിടെയും വർക്കൗട്ട് ചെയ്തത്. ഇവിടെ നെറ്റ് ലയബിലിറ്റി നമ്മൾ ആദ്യം എന്ത് ചെയ്തു, നോർമൽ നമ്മുടെ ബേസിക് അണ്ടർറൈറ്റിംഗ് എഗ്രിമെൻ്റ് അനുസരിച്ച് എത്ര വരുമെന്നുള്ളത് നെറ്റ് ലയബിലിറ്റി ആയിട്ട് കണ്ടുപിടിച്ചു. അവിടെ കൊണ്ട് തീരുവാണോ, അല്ല, ഫേം അണ്ടർറൈറ്റിംഗ് തിരിച്ച് ഈ ഒരു പോയിന്റിൽ ആഡ് ചെയ്യണം. കാരണം എന്തൊക്കെയാണേലും എക്സ് എന്ത് ചെയ്യേണ്ടതാണ്, 6,400 ഷെയർസ് ഏറ്റെടുത്തേ പറ്റൂ. വൈക്ക് കണ്ടോ, ബേസിക് അണ്ടർറൈറ്റിംഗ് എഗ്രിമെൻ്റ് അനുസരിച്ച് 0 ആയിട്ട് പോലും ആ ഫേം അണ്ടർറൈറ്റിങ്ങിൻ്റെ 8,000 ഏറ്റെടുക്കേണ്ടി വന്നു. അടുത്തതോ ഇസഡിൻ്റെ കേസിൽ അഡീഷണൽ ആയിട്ട് ആ 2,400 കൂടെ ഫേം അണ്ടർറൈറ്റിങ്ങിൻ്റെ ഏറ്റെടുത്ത് ടോട്ടൽ 4,800 ഷെയർസ് ഏറ്റെടുക്കേണ്ടി വരുന്നു എന്നുള്ളൊരു കേസാണ്. അപ്പോൾ ടോട്ടൽ ലയബിലിറ്റി എന്ന് പറയുന്നത് എത്രയായി, 40,000 എന്ന് പറയുന്ന രീതിയിൽ എന്ത് ചെയ്യേണ്ട വരുന്നുണ്ട്, എക്സും വൈയും ഇസഡും കൂടി ഷെയർ ചെയ്തെടുക്കേണ്ടതായിട്ട് വരുന്നൊരു കേസാണ്. അപ്പോൾ ഇത്രയുമാണുള്ളത്. ഇവിടെ കാൽക്കുലേഷൻ ചെയ്യുമ്പോൾ എല്ലാം ആദ്യം മുതൽ ഈ ഒരു പോയിന്റ് വരെ മൈനസ് ചെയ്ത് താഴോട്ട് വരുവാണ്. ഇവിടെ ഒരു മൈനസ് ഫിഗർ വന്നതിനെ മാത്രം നമ്മൾ പ്രൊപ്പോർഷൻ വീണ്ടും വെച്ച് ഡിവൈഡ് ചെയ്ത് അവിടെ മൈനസ് ആണ് ചെയ്യുന്നത്. എന്നാൽ ഒരു പോയിന്റ് മാത്രം ഓർത്തിരുന്നോണം, നെറ്റ് ലയബിലിറ്റി കണ്ടുപിടിച്ചതിന് ശേഷം ഫേം അണ്ടർറൈറ്റിംഗ് തിരിച്ച് ആഡ് ചെയ്യണം. അതല്ലേ കോൺസെപ്റ്റ്. ഫേം അണ്ടർറൈറ്റിംഗ് എന്തായാലും അണ്ടർറൈറ്റർ എൻ്റെ ലയബിലിറ്റി കൂട്ടുന്ന ഒരു കാര്യമാണല്ലോ. അപ്പോൾ അതിവിടെ തിരിച്ച് ആഡ് ചെയ്യേണ്ട പോയിൻ്റാണ്. ഏറ്റവും ലാസ്റ്റിൽ ഫേം അണ്ടർറൈറ്റിംഗ് ആഡ് ബാക്ക് ചെയ്യേണ്ടതാണെന്നുള്ളത് മറക്കരുത്, മൈനസ് ചെയ്ത് വെക്കരുത്. തിരിച്ച് ഓൾറെഡി ഒരു ഫേം അണ്ടർറൈറ്റിംഗ് മൈനസ് ചെയ്ത് എഫക്റ്റ് കുറച്ചിട്ടുണ്ട്. എന്നാൽ അത് എന്ത് ചെയ്യേണ്ടതാണ്, തിരിച്ച് തീർച്ചയായിട്ടും അവർ തന്നെ ടേക്ക് ഓവർ ചെയ്യേണ്ടതാണ്. അവരുടെ ലയബിലിറ്റി കൂടുന്ന കാര്യമാണ്. അതുകൊണ്ട് ഫേം അണ്ടർറൈറ്റിംഗ് ഇവിടെ എന്ത് ചെയ്യേണ്ടതാണെന്ന് ഓർത്തോണം, ആഡ് ചെയ്യേണ്ടതാണെന്നുള്ളത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ ഫേം അണ്ടർറൈറ്റിങ്ങിൻ്റെ ഒരു പ്രോബ്ലമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ഇല്ലുസ്ട്രേഷൻ നമ്പർ 2 ആണ് ഡിസ്കസ് ചെയ്തത്. ഇനി ശരിക്കും നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ള ഒരു പോയിന്റ് എന്ന് പറയുന്നത് 3 നമ്മൾ ഓൾറെഡി പ്രീവിയസ് ക്ലാസ്സിൽ ആ പാർഷ്യൽ അണ്ടർറൈറ്റിങ്ങിൻ്റെ ഭാഗമായിട്ട് തന്നെ പറഞ്ഞതാണ്. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് ഇല്ലുസ്ട്രേഷൻ നമ്പർ 4 ആണ്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ഒന്നും തന്നെ സ്കിപ്പ് ചെയ്തിട്ടില്ല. കഴിഞ്ഞ ക്ലാസ്സിൽ സ്കിപ്പ് ചെയ്ത ഒരു ചെറിയൊരു പോർഷൻ അല്ലെങ്കിൽ ഇതിൻ്റെ മിക്സായിട്ട് വന്ന ഒരു പോർഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് സ്ട്രക്ചർ ഒന്ന് മാറ്റി നമ്മൾ കറക്റ്റായിട്ടൊരു ഐഡിയ കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്തത്, കംപ്ലീറ്റ് അണ്ടർറൈറ്റിംഗ് മൊത്തത്തിൽ പറഞ്ഞു, പാർഷ്യൽ അണ്ടർറൈറ്റിംഗ് ഒരു വീഡിയോയിൽ ഫുള്ളായിട്ട് പറഞ്ഞു. ഇന്നത്തെ വീഡിയോയിൽ ഫേം അണ്ടർറൈറ്റിങ്ങിൻ്റെ തിയറി മൊത്തത്തിൽ പറഞ്ഞിട്ട് ഫേം അണ്ടർറൈറ്റിങ്ങിൻ്റെ ഒരു പ്രോബ്ലം നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി ഫേം അണ്ടർറൈറ്റിംഗ് ഒക്കെ വരുന്ന പ്രോബ്ലം തന്നെയാണ് അടുത്തതും ഡിസ്കസ് ചെയ്യുന്നത് മുന്നോട്ടുള്ളത്. അത് നമുക്ക് അടുത്ത ക്ലാസ്സുകളിലായിട്ട് ഡിസ്കസ് ചെയ്യാം. ഓക്കെ സ്റ്റുഡൻസ്, താങ്ക് യു.